ഇന്ന് ഇന്ത്യൻ ജനതയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, ഒരു 95% ആളുകൾക്ക് ബോധ്യമുണ്ട് അഡ്വക്കേറ്റ് ആളൂർ ചെയ്യുന്നത് തൻ്റെ പ്രൊഫഷണലിസവും ജോലിയുമാണ് എന്ന്. എന്നാൽ ഒരു 5% ആളുകൾക്ക് നീയൊക്കെ എന്തിനാടാ ഈ നാട്ടിലേക്ക് വന്നത്, നിന്നെ പോലുള്ള ആളുകൾ ഇവിടെ വെച്ചേക്കില്ല, നിന്നെയാണ് ആദ്യം തൂക്കിക്കൊല്ലേണ്ടത് എന്ന് പറയുന്ന ഒരു സമൂഹവുമുണ്ട്. അപ്പോൾ ഞാൻ സമൂഹം വലുതാണ് കേട്ടോ, ചെറുതല്ല. അങ്ങനെ ആ സമൂഹം ഞാൻ അലർട്ടാണ്. എന്നോട് ഒരു കക്ഷി, ഒരു പ്രതിയുടെ മാതാവ് ഒരു ചോദ്യം ചോദിച്ചു. ഗ്രീഷ്മ നമ്മുടെ അല്ല, ഒരു പ്രതിയുടെ ഞാൻ പ്രതിയുടെ പേര് പറയുന്നില്ല, മാതാവ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. സാറേ, ജയിലിൽ വെച്ച് എൻ്റെ മകനെ കൊന്നുകളയുമോ? ദാവൂദ് ഇബ്രാഹിം വന്നാലും നിങ്ങളെ മകനെ കൊന്നുകളയാൻ സാധിക്കില്ല. കാരണം ഞാൻ ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ള, ഛോട്ടാ രാജൻ അടക്കമുള്ള പ്രതികളുടെ അഭിഭാഷകനാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേരത്തെ ചോദിച്ച ഭീഷണി, നിങ്ങൾ നേരത്തെ ചോദിച്ച ആളുകളുടെ തെറ്റായ ചിന്താഗതി, അത് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ മുകളിൽ എടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് നേരിടാനുള്ള എല്ലാ തരത്തിലുള്ള ശക്തിയും ആർജവവും അതുപോലെ തന്നെ അതിനുള്ള കോൺഫിഡൻസും അഡ്വക്കേറ്റ് ആളൂരിനുണ്ട്. അതായത് ഒന്നും കാണാതെ പൊട്ടി വീണ് മുളച്ചവനല്ല ആളൂർ, അതാണോ പറഞ്ഞു? അതാണ് നിങ്ങൾ പറയുന്നതിൻ്റെ ചോദ്യത്തിന്, തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല. അതുകൊണ്ട് എൻ്റെ പ്രൊഫഷണലിസത്തിൽ ഞാൻ ഇരിക്കുന്നുള്ളിടത്തോളം കാലം ഞാൻ പ്രൊഫഷണലിസം മുന്നോട്ട് കൊണ്ടുപോവുകയും അതനുസരിച്ച് ഏത് കുറ്റവാളികളുടെയും കേസ് ഏറ്റെടുക്കുകയും ചെയ്യും. എന്നാലും ഒരു എത്ര രൂപയാണ് തുകയെന്ന് പറയാൻ പറ്റുമോ? നോക്കൂ, ഡിപ്പെൻഡ് അപ്പോൺ കേസസ്. എന്നാൽ ഏറ്റവും കൂടുതൽ മേടിച്ചൊരു പ്രതിഫലം എത്രയായിരിക്കും? നോക്കൂ, അങ്ങനെ ഒരു പ്രതിഫലം ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് കേസസ് ഡിഫറൻറ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഡിഫറൻറ്റ്. ഒരു പക്ഷേ ഒരു പാവപ്പെട്ട ഒരു ആൾ വന്ന് ഞാൻ കൊലപാതകം ചെയ്തു പോയി സാറേ, എനിക്ക് എങ്ങനെയെങ്കിലും അഡ്വക്കേറ്റ് ആളൂർ വഴിക്ക് കേസ് നടത്തണമെന്ന് പറയുകയും, പൈസയില്ല എന്ന് പറയുകയും, അപ്പോൾ ഞാൻ പറയും, ഞാൻ ഈ കൊലപാതക കേസുകളിൽ മിനിമം ഇത്ര ഫീസാണ് വാങ്ങിക്കുന്നത്. മിനിമം എത്ര എന്ന് പറയാം. അതല്ല ഞാൻ വരുന്നത്. അതിലേക്ക് വന്ന് അതിനയാൾ തയ്യാറാവുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ഞാൻ കേസ് വാദിക്കും. ഇനി ഒരു വലിയ കക്ഷിയാണ് എൻ്റെ അടുത്ത് വരുന്നത്, അപ്പോൾ ഞാൻ അയാളോട് പറയും, നോക്കൂ, ഞാൻ മിനിമം ഫീസ് ഇത്ര വാങ്ങിച്ചാലും നിങ്ങളെപ്പോലുള്ള ഒരു കക്ഷി നല്ല രീതിയിൽ പൈസ ചിലവാക്കിയാൽ നിങ്ങൾക്ക് നിയമപരമായി രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ അന്വേഷിച്ച് വരുന്ന വ്യക്തികൾ ഒരു സാധാ അഭിഭാഷകന് 5000 രൂപയോ 2000 രൂപയോ കൊടുത്ത് കേസ് വേണ്ട വിധം പോലെ നടക്കാതെ വരുമ്പോൾ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അഡ്വക്കേറ്റ് ആളൂരിനോട് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ ഫീസ് എത്രയാണ്? അപ്പോൾ ഞാൻ ആ കക്ഷിയോട് പറയുന്നത്, നിങ്ങൾ ആരെ അന്വേഷിച്ചാണ് വന്നത്? അഡ്വക്കേറ്റ് ആളൂരിനെ. അഡ്വക്കേറ്റ് ആളൂർ ഫീസ് കൂടുതൽ വാങ്ങിച്ച് കേസ് നടത്തുന്ന അഭിഭാഷകനാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ തയ്യാറെടുപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഓഫീസിൽ ഇരുന്നാൽ മതി. ഈ എല്ലാവരും ആളൂരിനെ തേടി പ്രതികൾ വരണമെന്നൊരു ചിന്തയുമില്ല. തീർച്ചയായിട്ടുമില്ല. എന്നെ അന്വേഷിച്ചു വരുന്നവരെ ആ തയ്യാറെടുപ്പോടെ വരുന്നു. ആ തയ്യാറെടുപ്പിൽ നിന്നുകൊണ്ട് കേസ് ഏറ്റെടുത്ത് നടത്താൻ അവകാശപ്പെടുന്നു, ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് ഞാൻ കേസ് ഏറ്റെടുത്തു. ഈ വീഡിയോ കാണുന്ന ഒരു പ്രതിക്കാണെങ്കിൽ പോലും നാളെ ആളൂരിൻ്റെ അടുത്ത് വരണമെങ്കിൽ ഒന്ന് അറിയണ്ടേ എത്ര രൂപയാണ്? തീർച്ചയായിട്ടും അറിയണം. അപ്പം അതൊന്ന് പറയൂ. അപ്പോൾ അതിലേക്കാണ് ഞാൻ വന്നത്. നിങ്ങൾ ഇവിടേക്ക് വരുന്ന ഈ ഒരു കക്ഷിയോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കൂ, അവരെന്തുകൊണ്ട് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ അടുത്തേക്ക് വരുന്നു, അവരിവിടെ വന്ന് എന്ത് സംസാരിക്കും. കോടികളാണോ ലക്ഷങ്ങളാണോ? അത് മതി. അപ്പം നോക്കൂ, ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ആരെയും പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ല. ഓരോ വ്യക്തി ടു വ്യക്തി, ഓരോ സമൂഹം ടു സമൂഹം, ഓരോ കേസിൻ്റെയും ഫീസിൻ്റെ ഘടന മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നെ സമീപിക്കുന്ന ആളുകൾ പൂർണ്ണമായ തയ്യാറെടുപ്പോടെ എന്നെ സമീപിക്കണം. അഡ്വക്കേറ്റ് ആളൂർ ചുരുങ്ങിയത് ഇത്രയെങ്കിലും ഫീസ് വാങ്ങിക്കും, അത് കൊണ്ടുപോകാതെ ഞങ്ങളവിടെ
സംസാരിക്കാൻ തയ്യാറല്ല. അതാണ് എൻ്റെയും മറ്റ് അഭിഭാഷകരുടെയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിന് 50 ലക്ഷം രൂപയാണ് വരുന്നതെന്ന് പറഞ്ഞു. നോക്കൂ, അത് ഡിപ്പെൻഡ് ഓൺ മൈ പേഴ്സണൽ തിങ്സ്. ഇവിടെ എന്നെ ഒരു കക്ഷി സമീപിക്കുകയും ഒരു ചെറിയ കംപ്ലൈൻറ്റ് വേണം, ഒരു നോട്ടീസ് വേണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ അതിനെ ഒരു തിരിച്ചുദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കേരളത്തിൽ നിന്നും 3.25 വർഷത്തെ സർവീസ് കഴിഞ്ഞ് ഞാൻ പൂനെയിലേക്ക് പോയി. ഞാൻ കേരളത്തിലുള്ളപ്പോൾ ഒരു വക്കാലത്ത് കിട്ടുന്നതിന് 50 രൂപയോ 100 രൂപയോ ആണ് കക്ഷികൾ കൊടുത്തിരുന്നത്. ഞാനത് മഹാരാഷ്ട്രയിൽ ചെന്നപ്പോൾ എനിക്കവിടെ 1000 രൂപ കിട്ടി. സ്ഥലം മാറുമ്പം പൈസ ഞാൻ അതാണ് പറയുന്നത്, ഒരു പക്ഷേ ഡൽഹിയിൽ പോയാൽ അത് 5000 കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഡിപ്പെൻഡ് അപ്പോൺ പ്ലേസസ്, ഡിപ്പെൻഡ് അപ്പോൺ ഇൻഡിവിജ്വൽസ്, ഡിപ്പെൻഡ് അപ്പോൺ ദ കേസസ്, ഡിപ്പെൻഡ് അപ്പോൺ മൈ ആക്ടിവിറ്റീസ്. എല്ലാ വീസും വളരെ മാറി മാറി നിൽക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ വള്ളൂർ വക്കീലും കുറച്ച് പൈസയും ഉണ്ടെങ്കിൽ, ഇപ്പോൾ പലരും പറയുന്നത് ആളൂർ വക്കീലും 5 ലക്ഷവും ഉണ്ടെങ്കിൽ എന്തും ആർക്കും ചെയ്യാമെന്നാണ്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ ക്രെഡിബിലിറ്റി ആസ് എ ലോയർ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഇന്ത്യയിലെ 10 പ്രമുഖരായിട്ടുള്ള അഭിഭാഷകർ, അവർ സുപ്രീം കോടതിയിൽ ഓരോ കേസും ഏറ്റെടുത്ത് നടത്താൻ ഇത്ര രൂപ വാങ്ങിക്കുന്നു എന്ന് ജനറലായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ. ബട്ട് അക്കോർഡിംഗ് ടു മീ അതങ്ങനെയല്ല. അതിനേക്കാൾ കൂടുതൽ പൈസ ഒരു പക്ഷേ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം, അതിനേക്കാൾ കുറഞ്ഞ പൈസ വാങ്ങിക്കും. ഡിപ്പെൻഡ് അപ്പോൺ ദി പേഴ്സണാലിറ്റി.